വെൽക്കം ടു സൈലം SSCRRB. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞിട്ടുള്ള എല്ലാ SSC റെയിൽവേ എക്സാംസും പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും. ജനറൽ അവയർനെസ് സെഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? എന്നാൽ എല്ലാവർക്കും ഉത്തരം എഴുതാൻ വളരെയധികം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതുമായിട്ടുള്ള സബ്ജക്റ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. എല്ലാ ആസ്പിറൻസും എപ്പോഴും പറയുന്ന കാര്യമാണ്, മിസ് ഇത് ഓർത്ത് വെക്കാൻ ഭയങ്കര പാടാണ്, തമ്മിൽ ഭയങ്കര കണക്ഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, എങ്ങനെയാ ഇത് ഓർത്ത് വെക്കുക, എങ്ങനെയാ ഇത് പഠിക്കുക എന്നുള്ള കാര്യം. സോ എല്ലാവർക്കും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് ഒന്ന് ഈസി ആക്കി തരാനായി നമ്മുടെ സൈലത്തിൽ ആരംഭിക്കാൻ പോകുന്ന അടുത്ത ബാച്ചാണ് നമ്മുടെ CA ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത്. CA ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കും. കറണ്ട് അഫയേഴ്സ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാ ആസ്പിറൻസിനും വളരെ ഈസിയായി CA പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുക, ഓർഗനൈസ്ഡ് ആയി പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർത്തു വെക്കാനും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോ നമ്മുടെ SSC റെയിൽവേ എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലാണ് CA എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക, അല്ലെ? ഒന്ന്, നമുക്ക് സാധാരണ നമ്മൾ കൺവെൻഷനലി പണ്ടും പഠിച്ച വന്നിട്ടുള്ള പോലെ MCQ ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻസ്, അതായത് 1 ലൈനർ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. റീസെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അല്ലെ? മൾട്ടി സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ബേസിസിൽ നിന്നും വരുന്ന സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നും ചോദിക്കുന്നത്. സോ നമ്മൾ ഇതിൽ ഉത്തരം എഴുതാൻ പലപ്പോഴും പരാജയപ്പെടുകയും ചെയ്യുന്നു. കുറെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത്, എവിടെയോ ഇത് കേട്ടിട്ടുണ്ട്, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരു വിഭാഗം ആൾക്കാർക്കാണെങ്കിൽ എന്താണ് പഠിക്കേണ്ടത് എന്ന് അറിയില്ല. കുറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടല്ലോ, ഇതിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ഇതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബാച്ചാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോൾ മുതലാണ്? നമ്മുടെ ഈ മൺഡേ മുതൽ, അതായത് ജനുവരി 5-ാം തീയതി മുതലാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ 100+ hours ഓഫ് ലൈവ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇത് ഒരു 6 month കോഴ്സാണ്, ഒരു 6 മാസത്തേക്കുള്ള കോഴ്സാണ് നമ്മുടെ CA ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മെയിൻ ആയിട്ടും നമ്മൾ കവർ ചെയ്യുക 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അത് കൂടാതെ തന്നെ 2025 മേജർ കാര്യങ്ങളും നമ്മൾ ഈ ബാച്ചിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതായത് 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ജനുവരിയിൽ തുടങ്ങുമ്പോൾ നമ്മൾ ഡിസംബർ 2025 വെച്ചിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഡിസംബർ 2025 എന്ന് പറയുന്ന മാസം വെച്ചിട്ടാണ് ജനുവരി മാസത്തിൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഡിസംബർ മാസത്തിൽ തന്നെ കുറെ ഇവന്റുകൾ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഡിസംബർ നമുക്കറിയാം, ഓരോ മാസം തുടങ്ങുമ്പോഴും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഡേയ്സ് ആൻഡ് ടീംസ് ആണ്. സോ ഡിസംബർ മാസത്തിൽ എന്തുണ്ടാവും? ഡേയ്സ് ആൻഡ് ടീംസ് ഉണ്ടാവും, അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാവും, ഒബിച്വറീസ് ഉണ്ടാവും. ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ന്യൂസുകൾ ഉണ്ടായിരിക്കും, പിന്നെ ഒബിച്വറീസ്, അവാർഡ്സ്, പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സ്പോർട്സ് ഉണ്ടായിരിക്കും. സ്പോർട്സ് ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ ഡിഫറെന്റ് ടോപ്പിക്കുകളാക്കി നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെന്റ് ടോപ്പിക്കുകളാക്കി ഒരു മാസത്തിനെ തന്നെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യും. അങ്ങനെ ഒരു മാസത്തെ ഡിഫറെന്റ് ടോപ്പിക്കുകളാക്കി നിങ്ങളെ പഠിപ്പിക്കുകയും അതിനുശേഷം ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഡിസംബർ മാസത്തെ MCQസിന്റെ ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു MCQ ടെസ്റ്റും നമ്മുടെ ആപ്പിൽ കൂടി അവൈലബിൾ ആക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, അത് ഈ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ അടുത്ത മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോവുക. ഇതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് 2025 എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ എടുത്തു തരുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ബാച്ചിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ MCQ പ്രാക്ടീസ് സെറ്റ് 3 to 4 hours ആണ് വീക്കിൽ ക്ലാസ് ഉണ്ടായിരിക്കുക. കറണ്ട് അഫയേഴ്സിന്റെ MCQ ടെസ്റ്റും നിങ്ങൾക്ക് ഈ ബാച്ചിൽ അവൈലബിൾ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എഫക്റ്റീവ് മെത്തേഡിലൂടെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനും ഓർത്ത് വെക്കാനും സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. സോ ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. കറണ്ട് അഫയേഴ്സിന്റെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പോലെ SSC റെയിൽവേയിൽ CA കവർ ചെയ്യുന്നത് ഞാനാണ്. സോ
എന്നെ ഞാൻ തന്നെ പറയുന്നില്ല. നെക്സ്റ്റ് ലൈവ് ക്ലാസ്, നിങ്ങൾക്ക് എല്ലാ സെഷൻസും ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ലൈവ് കഴിഞ്ഞാൽ അത് ആ ഒരു സെഷൻ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് സെഷൻസും ആപ്പിൽ അവൈലബിൾ ആവുന്നതാണ്. ക്ലാസ് നോട്ട്സ് PDF ആയിട്ട് ലഭിക്കുന്നതാണ്. MCQ പ്രാക്ടീസ് സെഷൻ ഉണ്ടാവുന്നതാണ്. റെഗുലർ ടെസ്റ്റ് സീരീസ് ഉണ്ടാവുന്നതാണ്. ഡൗട്ട് ക്ലിയറൻസിന് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. എല്ലാ സ്റ്റുഡൻസിനും ആക്സസിബിൾ ആവുന്നതിന് വേണ്ടി എല്ലാ എക്സാംസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള CA എന്ന് പറയുന്ന സബ്ജക്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയി കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് 499 മാത്രമാണ് നമ്മുടെ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു കണ്ടിന്യൂയിങ് ബാച്ച് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ 6 മാസത്തെ കറണ്ട് അഫയേഴ്സിനായി നമ്മൾ വീണ്ടും ബാച്ച് തുടങ്ങുന്നതാണ്. സോ എല്ലാവരും മാക്സിമം ക്ലാസ് തുടങ്ങുന്ന അന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ജനുവരി 5-ാം തീയതി മുതൽ, അതായത് മൺഡേ മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഈ വർഷത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മിഷൻ ആക്കി നമ്മൾ കാണുക. സോ എക്സാംസിന് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഇപ്പോൾ കുട്ടികൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കറണ്ട് അഫയേഴ്സ് കിട്ടുന്നില്ല എന്നുള്ളത്. സോ കറണ്ട് അഫയേഴ്സ് വൃത്തിയായി പഠിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നും ഒരു വേറിട്ട് നിൽക്കാനും മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുകയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ദൂരം ഒന്നും കൂടിയും കുറയുകയും ചെയ്യും അല്ലെ. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂസ് ചെയ്യുക. മാക്സിമം സ്റ്റാർട്ടിംഗ് ക്ലാസ് മുതൽ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ വളരെ പിന്നിലായി പോകും പിന്നെ ബാക്കി എല്ലാവരെക്കാളും. സോ ക്ലാസ്സുകൾ കുമിഞ്ഞുകൂടുകയും നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാകുകയും ചെയ്യും. സോ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിംഗ് തന്നെ ജോയിൻ ചെയ്യുക. 500 രൂപ, 499 രൂപ മാത്രമാണ് ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.